ഭയപ്പെടണ്ട. ഭയപ്പെടണ്ടെന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആളുകൾ ബുദ്ധിയുള്ളവരായിരിക്കും. അതുകൊണ്ട് അവർ ചിന്തിച്ച് ഈ നിയമം അവർ പിൻവലിക്കുക തന്നെ ചെയ്യും. അത് പിൻവലിക്കാതെ സാധ്യമല്ല. ഇവിടെ പിൻവലിക്കാതെ ഈ രാജ്യത്തുള്ള ജനങ്ങൾ ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കുകയില്ല. ഇവിടെയുള്ളവർക്ക് ഒരുപാട് നിബന്ധനകൾ. ആ നിബന്ധന പ്രകാരം ഉള്ളവർ മുഴുവനും പുറനാട്ടുകാരായി പോവുകയാണ്. ആസാമിൽ കണ്ടില്ലേ, വാപ്പയും വാപ്പന്റെ വാപ്പയും അതിൻ്റെ അപ്പുറത്തെ വാപ്പയും മുസ്ലിമായി ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് എപ്പോഴാണ് പിതാവിൻ്റെ ജനനതീയതിയെന്നോ പിതാവ് എവിടെയാണ് ജനിച്ചതെന്നോ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും അറിയുകയില്ല. അറിയാത്തത് കൊണ്ട് അവർ ഇന്ത്യക്കാരല്ലാതെയായിപ്പോയി. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ വരാനിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ബില്ലിനെ എതിർക്കുന്നത്, ഈ നിയമത്തെ എതിർക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം മുസ്ലിംകളുടെ എണ്ണമുള്ളത് ഇന്തോനേഷ്യയിലാണെന്ന് പറയപ്പെടുന്നു. അത് കഴിച്ചാൽ ഏറ്റവും അധികം മുസ്ലിംകളുള്ളത് ഇന്ത്യയിലാണ്. ഒരു അഭിപ്രായമനുസരിച്ച് ഇന്തോനേഷ്യയെക്കാളും കൂടുതൽ ഇന്ത്യയിൽ മുസ്ലിംകളുണ്ട് എന്നാണ്. ഇതെന്ന് തുടങ്ങിയതാണ് ഇവിടെ. ഇന്ത്യ രാജ്യം എപ്പോൾ ഉണ്ടായി അന്ന് തുടങ്ങിയതാണ് മുസ്ലിംകൾ ഇവിടെ. ഈ ഭൂമി ആദ്യമായി കലിമത്തു തൗഹീദ് കേട്ടത് ആദ്യ മനുഷ്യനായ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാമിൽ നിന്നാണ്. ആദം നബി അലൈഹിസ്സലാം ജനിച്ചത് സ്വർഗത്തിലാണെങ്കിലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യ രാജ്യത്താണ് നമ്മുടെ പിതാവ് ഇറങ്ങി വന്നത്. അതുകൊണ്ട് തന്നെ ആദം നബി എല്ലാവരുടെയും പിതാവായതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഭാഷയും സംസ്കാരവും ഉണ്ടായത്. ആദം നബി ഇന്ത്യയിൽ ഇറങ്ങി ശബ്ദിച്ച ശബ്ദം കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻഗാമികളായ മുഴുവൻ അമ്പിയാക്കളും സംസാരിച്ചിട്ടുള്ള വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. കലിമത്തു തൗഹീദ് ആദ്യമായി ഇവിടെ കേൾപ്പിച്ചു. ഇന്ത്യ രാജ്യം എപ്പോൾ ഉണ്ടായി അന്ന് കലിമത്തു തൗഹീദ് കേൾപ്പിച്ചു. കേരളം എപ്പോൾ ഉണ്ടായി അന്ന് ഇവിടെ മുസ്ലിംകളുണ്ട്, കലിമത്തു തൗഹീദ് പറയുന്നവരുണ്ട്. മുസ്ലിംകൾ പുതുതായി കടന്നു വന്നവരല്ല. മുസ്ലിംകൾ ഇവിടെ ഒളിച്ചു കയറിയവരല്ല, നുഴഞ്ഞു കയറിയവരല്ല. ഇവിടെ പൗരാണികന്മാരായി നിലകൊള്ളുന്നതാണ്. അത് ഇൻഷാ അല്ലാഹ് ഇവിടെ നിലകൊള്ളുക തന്നെ ചെയ്യും. അവന് യാതൊരു സംശയവും വേണ്ട, ആരും ഭയപ്പെടണ്ട. പക്ഷേ നാം അല്ലാഹുവിലേക്ക് മടങ്ങണം, അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹുവിന്റെ പരീക്ഷണം
വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്തമറാത്തി വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു തആല അറിയിക്കുന്നു, വലനബ്ലുവന്നകും, തീർച്ചയായും നിങ്ങളെ നാം പരിശോധിക്കും, ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ, പേടി കൊണ്ട്, പേടി ഇട്ടു തരും. നിങ്ങൾക്ക് വിശപ്പ് വരും. നാട്ടിൽ കച്ചവടങ്ങൾ കുറഞ്ഞ്, ജോലികൾ കുറഞ്ഞ്, ദാരിദ്ര്യം വരുന്ന സമയം വരും. സമ്പത്തുകൾ കുറഞ്ഞു പോകും. മനുഷ്യന്മാർ മരിച്ചു പോകുന്ന പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈയിടെ സുനാമി വന്നു. എത്ര ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോയത്. ഭൂമി കുലുക്കമുണ്ടായി. എത്ര ആളുകൾ മരിച്ചുപോയി. പ്രളയം വന്നു. ധാരാളം ആളുകൾ മരിച്ചുപോയി. അഖിലെ പ്രളയത്തിലൂടെ, ഭൂമി കുലുക്കത്തിലൂടെ, സുനാമിയിലൂടെ, അതുപോലുള്ള മറ്റ് വിപത്തുകളിലൂടെ നിങ്ങളെ ഞാൻ പരിശോധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആ പരിശോധനയുടെ സമയത്ത് നാം എന്താണ് വേണ്ടത്? അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹുവിലേക്ക് മടക്കണം. അല്ലാഹുവിലേക്ക് മടങ്ങുക. എല്ലാവരും അല്ലാഹു തആലയെ പേടിക്കുക. കൃത്യമായി നിസ്കരിക്കണം. 5 വക്ത് നിസ്കാരം അത് കൃത്യമായി നിസ്കരിക്കണം.